തുടങ്ങിക്കോട്ടെ. 5 പേരുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ MI ട്രെയിനിങ് കോളേജ് നടത്തി വരുന്ന ലിറ്റററി ക്ലബിന്റെ ലിറ്റററി ലെൻസ് എന്ന പ്രോഗ്രാമിന്റെ 38ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോ വന്നു ചേർന്നിട്ടുള്ളത്. ഈ ഒരു ദിവസം നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്യാൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ഫിസിക്കൽ സയൻസ് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയായിട്ടുള്ള ഗ്രീഷ്മയാണ്. MT വാസുദേവൻ നായരുടെ രണ്ടാം മുഴം എന്ന് പറയുന്ന പുസ്തകമാണ് ഗ്രീഷ്മ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടി റെഡി ആയിട്ട് വന്നിട്ടുള്ളത്. ഗ്രീഷ്മയെ വളരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗ്രീഷ്മ പ്ലീസ്. താങ്ക് യു നിഹില. കേൾക്കാല്ലേ എല്ലാവർക്കും? കേൾക്കാണ്ട്. അപ്പോൾ ഞാനിവിടെ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ റിവ്യൂ പറയുന്ന ബുക്ക് നമ്മുടെ രണ്ടാം മൂഴം MT വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം എന്ന് പറയുന്ന ബുക്കാണ്. കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരുവിധം പേരൊക്കെ മിക്കവാറും പേര് വായിച്ചിട്ടുണ്ടായിരിക്കും. കാരണം MTയുടെ നോവലുകളൊക്കെ അത്രയും ഫേമസ് ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ്. അപ്പൊ അതിന് ഒരുവിധം പേരൊക്കെ വായിച്ചിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ട്. MTയുടെ ഈ രണ്ടാം മൂഴം എന്ന് പറയുന്ന ഒരു നോവൽ എന്ന് പറഞ്ഞാല് MT വളരെ അധികം റെഫർ ചെയ്ത് ഒരുപാട് ബുക്കുകൾ വായിച്ചതിന് ശേഷം എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ്. അതായത് പുരാണത്തില് നമ്മുടെ മഹാഭാരത കഥേനെ ഇതിവൃത്താക്കിയിട്ട് എഴുതിയിട്ടുള്ള ഒരു നോവലാണ്. ഒരു 1977 മുതൽ തുടങ്ങി 1983 അദ്ദേഹം ഈ നോവൽ എഴുതി അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇത് പ്രസിദ്ധീകരിച്ചത് 84. അപ്പൊ ആ 85 വയലാർ അവാർഡ് നേടിയിട്ടുള്ള നോവലാണ് MT വാസുദേവൻ നായരുടെ ഈ രണ്ടാം മൂഴം എന്ന് പറയുന്ന നോവല്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ നോവലില് MT ഇപ്പൊ നമ്മുടെ മഹാഭാരതത്തിന്റെ അതേ കഥ തന്നെയാണ്. അതിലൊരു വ്യത്യാസം എന്ന് പറയാൻ അദ്ദേഹം കണ്ടിട്ടുള്ള ഭീമന്റെ മഹാഭാരത കഥ എങ്ങനെയായിരിക്കും, അതാണ് ഭീമന്റെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങളാണ്. അത് നായകൻ തന്നെ ആരാണ്? ഭീമസേനനാണ് ഇവിടെ നായകനായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ MT ചിന്തിച്ചത് ഭീമന്റെ ഭാഗത്തു നിന്നാണ്, അല്ലെങ്കിൽ ഭീമനും പറയാനുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മുടെ കൗരവരും പാണ്ഡവരും അർജുനനും കൃഷ്ണനും ദുര്യോധനനും അങ്ങനെ ഒരുപാട് പോയിന്റ് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ഇതിഹാസമായിരുന്നു നമ്മുടെ ഒരു കൺസെപ്റ്റിൽ നമ്മൾ വായിച്ചിരുന്നെങ്കിൽ നമ്മൾ അറിഞ്ഞിരുന്ന ആ ഒരു ഇതിഹാസ അല്ലെങ്കിൽ പുരാണ കഥ എന്ന് പറയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് MT ഭീമനൊരു എന്താ പറയുക, ഒരു പുതിയൊരു ക്യാരക്ടറൈസേഷൻ കൊടുത്തിട്ടുള്ള ഒരു നോവലാണ് എന്ത് ഈ രണ്ടാം മൂഴം എന്ന് പറയുന്നത്. പേര് വളരെ വളരെ ആപ്റ്റ് ആയിട്ടാണ് MT സെലക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഏത് അവസരത്തിലും രണ്ടാം മൂഴക്കാരനായിട്ട് എന്താ പറയാ പിന്തള്ളപ്പെടുന്ന ഒരാളുടെ എന്താ പറയുക വേദനകള് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫീലിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാണ് MT നോവല് എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഈ നോവലില് MT ഫസ്റ്റ് ഒരു 9 ഭാഗങ്ങളായിട്ടാണ് നോവലിനെ കൊണ്ടുപോയിട്ടുള്ളത്. 9 ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതിൽ യാത്ര, കൊടുങ്കാറ്റിന്റെ മർമ്മരം, വനവീഥികൾ, അക്ഷഹൃദയം, പഞ്ചവർണ്ണ പൂക്കൾ, വിരാടം, ജീർണ വസ്ത്രങ്ങൾ, പൈതൃകം, ഫലശ്രുതി പറഞ്ഞിട്ട് അങ്ങനെ 9 ഭാഗങ്ങളായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇതിൽ യാത്ര എന്ന് പറയുന്ന ഭാഗത്തില് ഫസ്റ്റ് കൗരവ പാണ്ഡവ യുദ്ധത്തിന് ശേഷം ഒരു വാനപ്രസ്ഥം സ്വീകരിച്ചിട്ട് പോകുന്ന ഒരു രംഗമാണ് ഫസ്റ്റ്. ഇത് എല്ലാം അവസാനിച്ച് അവരെല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ഒരു രംഗമാണ് ഫസ്റ്റ് തന്നെ MT പറഞ്ഞിട്ടുള്ളത്. അത് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ സാധാരണ പുരാണ കഥയിലുള്ള പോലെ അവരുടെ കുട്ടിക്കാലം അവരനുഭവിച്ചിട്ടുള്ള കാര്യങ്ങള് അങ്ങനെയുള്ള യുദ്ധം വരെയുള്ള പല കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് MTയുടെ വാക്കുകൾ കൊണ്ട് MT വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ ഭീമന്റെ കാര്യം പറയുകയാണെങ്കിൽ ഭീമനെ എപ്പോഴും മന്ദൻ അതുപോലെ വൃഗോദരൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭീമന്റെ കൂടെ ഉള്ളവർ തന്നെ പലപ്പോഴും കളിയാക്കി മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ഒരു കഥാപാത്രമാണ്. പക്ഷെ MT പറയുന്നത് വെച്ചാൽ ഭീമൻ വളരെ അധികം നീതിമാനായിട്ടുള്ള ഏറ്റവും സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് എന്നാണ്. അപ്പൊ MT അദ്ദേഹത്തിന്റെ എന്താണ് നാട്ടിലുള്ള അല്ലെങ്കിൽ ഗ്രാമത്തിലുള്ള ഒരുപാട് കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ ശിഥിലമായിട്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെയൊക്കെ ആസ്പദമാക്കിയിട്ട് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ നോവൽ എഴുതിയിട്ടുള്ളത്. എന്ന് വെച്ചാല് ഇപ്പൊ നമുക്കത് വായിക്കുമ്പോൾ ഒരു പുരാണ കഥയായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. നമ്മൾക്ക് പരിചയമുള്ള കുറച്ച് ആളുകളുടെ ഒരു കഥയായിട്ട് അങ്ങനെ ഫീൽ ചെയ്യുള്ളൂ. പറയുമ്പോ കഥാപാത്രങ്ങളാണെങ്കിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യും, നമുക്കും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും എന്തിലുണ്ട് ഈ നോവലിലുണ്ട്. അപ്പൊ എന്താ പറയാ, നമ്മുടെ തന്നെ പാഞ്ചാലി 5 പേരുടെ ഭാര്യയാണ് എന്നുള്ള രീതിയിലായിരുന്നു അല്ലെ, നമുക്കൊരു അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു ആ ഇതിഹാസത്തിലുള്ള ഒരു കഥാപാത്രം. പക്ഷെ ഇതിൽ തന്നെ അതിനോട് ഏറ്റവും എതിർപ്പ് പറഞ്ഞിരുന്ന ഒരാളാണ് ഭീമൻ എന്നുള്ള രീതിയിലാണ്
MT പറയുന്നത്. കാരണം വെച്ചാൽ പാഞ്ചാലിന് കിട്ടിയിട്ടുള്ളത് അർജുനനാണ്, പക്ഷെ അർജുനന് അതിന് അവകാശം ഇല്ല എന്നുള്ള രീതിയിൽ വെച്ചാൽ 5 പേരും ഒരേപോലെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്ന രീതിയിലാണ് പിന്നെ ഇതിഹാസത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഭീമനാണ് പാഞ്ചാലിയോട് ഏറ്റവും കൂടുതൽ സ്നേഹം അല്ലെങ്കിൽ പ്രേമം ഉണ്ടായിരുന്ന ആള് എന്നുള്ള രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൽ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ യുദ്ധത്തിനൊക്കെ ശേഷം അവര് എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകുമ്പോ ദ്രൗപദി അത്രയും ക്ഷീണിതയായിട്ട് കുഴഞ്ഞു വീഴുന്ന ഒരു രംഗം പറയുന്നുണ്ട്. അവർ മലമുകളിലേക്ക് കയറി പോകുമ്പോൾ കുഴഞ്ഞു വീഴുന്ന ഒരു രംഗം ഈ ഫസ്റ്റത്തെ ഭാഗത്ത് യാത്ര എന്നുള്ള ഭാഗത്തില് പറയുന്നുണ്ട്. അപ്പൊ ആ ഭാഗത്തില് അദ്ദേഹം പറയുന്നുണ്ട് എല്ലാവരും കയറിപ്പോയി, 4 ഭർത്താക്കന്മാരും എന്ത് ചെയ്തു, ഈ ദ്രൗപദി കുഴഞ്ഞു വീഴുന്നത് കണ്ട് എന്ത് ചെയ്തു, മൈൻഡ് ചെയ്യാതെ അവരത് ശ്രദ്ധിക്കാതെ അവര് കയറി പോയി. അപ്പൊ അർജുനനായാലും നകുലനായാലും സഹദേവനായാലും ഭീമൻ എല്ലാവരും നോക്കി ആരാണ് ദ്രൗപദിയെ കൈപിടിച്ച് കയറ്റുക എന്നുള്ള രീതിയിൽ ഭീമൻ എല്ലാവരും നോക്കി. പക്ഷെ ഭീമനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആരും എന്ത് ചെയ്തില്ല, ദ്രൗപദീനെ കൈപിടിക്കാനോ അല്ലെങ്കിൽ ദ്രൗപദീനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാനോ എന്ത് ചെയ്തില്ല, ശ്രമിച്ചില്ല. അവസാനം ഭീമസേനനാണ് എന്ത് ചെയ്തത്, അവളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിരുന്നത്. അപ്പൊ ഭീമന്റെ ദ്രൗപദിയോടുള്ള പ്രണയം വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ MT ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ തമ്മിലുള്ള യുദ്ധരംഗങ്ങള്, ഈ ഭീമസേനനെ ഇതിഹാസ കഥാപാത്രത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരു മുകളിലേക്ക് ചാടിയിട്ട് ഭൂമി കുലുക്കാൻ വരെ, അല്ലെങ്കിൽ ഒരു ആനയുടെ മസ്തകത്തിൽ ഇടിച്ചിട്ട് ആനേനെ എന്താ പറയാ വധിക്കാൻ വരെ അത്രയും ശക്തിയുള്ള ഒരു മനുഷ്യനാണ് ഭീമസേനൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഭീമസേനനെ എപ്പോഴും എന്താ ചെയ്തിട്ടുള്ളത്, ഇതിഹാസത്തിൽ മന്ദൻ മൃഗോദരനാണ്, ഒരു ബോഡി ഷേമിംഗ് എന്നുള്ള രീതിയിൽ എപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്, തരം താഴ്ത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഭീമസേനനെ വളരെയധികം എന്താ പറയാ കരുത്തുള്ള മനുഷ്യനാണെന്നുള്ള രീതിയിലും നീതിമാനായിട്ടുള്ള, എപ്പോഴും അദ്ദേഹം നീതിക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ആളാന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ MT ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ പല സന്ദർഭങ്ങളിൽ ഇപ്പോ വായുപുത്രനാണ് ഭീമസേനൻ എന്ന് പറഞ്ഞു, വായുപുത്രനാണ് ഭീമസേനൻ. അതുപോലെ ഓരോ കുന്തി ദേവിക്ക് പാണ്ഡുവില് മക്കളില്ലാതിരുന്ന, ഇതിപ്പോ ഇങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ ഈ കഥ മൊത്തം പറഞ്ഞാൽ തീരില്ല, മഹാഭാരത കഥയല്ലേ, അപ്പൊ അത്രയും കൂടുതൽ കഥ ഉണ്ട്. അപ്പോ കുറച്ച് നിങ്ങൾക്ക് അത്രയും എന്താ പറയാ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടാ. അപ്പൊ പാണ്ഡുവില് മക്കൾ ഉണ്ടാവില്ല എന്ന് അറിഞ്ഞപ്പോ കുന്തിദേവി ദേവന്മാരില് കുന്തിദേവിക്ക് ഉണ്ടായ മക്കളാണ് ഈ 5 പേര് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 5 പേര് അതിൽ തന്നെ നകുലനും സഹദേവനും വേറമ്മയുടെ മാധവിയുടെ മക്കളാണ്. അപ്പോ ഇതില് വായുപുത്രനാണ് ആര്, ഭീമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷെ അവസാനം ഭീമന്റെ പിതൃത്വത്തിനെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം യുധിഷ്ഠിരൻ എന്ന് പറയുന്നത് വിദുരരുടെ മകനാണ് എന്ന് അവസാനം കുന്തിദേവിയുടെ വായിന്ന് വരും, അവരെ വായിന്ന് തന്നെ പറയേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോ ഭീമൻ ചോദിക്കും കുന്തിദേവിയുടെ അടുത്ത്, എന്തുകൊണ്ട് ഞാൻ ആരുടെ മകനാണ് എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ പറയും, അതിശക്തനായ ഒരു മകനെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാട്ടാളനിൽ ഉണ്ടായിട്ടുള്ള മകനാണ് നീ എന്ന് പറയും. അപ്പോ എല്ലാം നഷ്ടപ്പെട്ട പോലെ പിതൃത്വത്തെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിലായപ്പോ ഭീമൻ തളർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഒരു സിനിമയിലുള്ള കഥ പോലെ MT എഴുതിയിട്ടുണ്ട്. MTയുടെ വാക്കുകളുണ്ട് നമുക്കൊരു സിനിമ കാണുന്ന ഒരു ഫീലാണ് ശരിക്കും ഈ ബുക്ക് വായിക്കുമ്പോൾ ഉണ്ടാവുക. വളരെ എന്താ പറയാ വാക്കുകൾ കൊണ്ട് എന്തോ ഒരു മായാജാലം സൃഷ്ടിച്ച പോലെ എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് MT എഴുതിയിട്ടുള്ളത്. പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പോ കർണനെ സൂര്യപുത്രനായിട്ടുള്ള കർണൻ എന്താണ് കുന്തിദേവിയുടെ മകനാണ്, ഇവരുടെ ജ്യേഷ്ഠനാണ് എന്നുള്ളത് അറിയുണ്ടാവും എല്ലാവർക്കും. അപ്പൊ അത് ഇവർ തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷൻ ഈ നോവലിലുണ്ട്. എന്ന് വെച്ചാൽ യുദ്ധക്കളത്ത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചിട്ടാണ് ഭീമൻ അത് തിരിച്ചറിയത്. ഭീമന്റെ തേര് തെളിക്കുന്ന ആളാണ് വിശോകൻ എന്ന് പറയുന്ന ആൾ കേട്ടോ. എന്നിട്ട് അതൊരു വളരെ നല്ല വാചകത്തിൽ അതിൽ കൊടുത്തിട്ടുണ്ട്, ഞാനത് വായിച്ചുതരാം. അവര് യുദ്ധത്തിൽ നേർക്ക് നേർ വരുമ്പോ നമ്മുടെ ഭീമനും കർണനും നേർക്ക് നേര് വരുമ്പോ കർണനെ വധിക്കാൻ പോവാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തുമ്പോ, അതായത് അർജുനനെക്കാട്ടിയും നമുക്ക് പറയാം കവചകുണ്ടലങ്ങളിലുള്ള കർണനെ വധിക്കാൻ പറ്റില്ല എന്നാണ്, കർണന് മരണമില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് അറിയുന്നത്. പക്ഷെ ഏറ്റവും ശക്തിമാനായിട്ട് പല സമയങ്ങളിലും അർജുനനെക്കാട്ടി ശക്തി അല്ലെങ്കിൽ അർജുനന് കവച്ച് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരാളാണ് ഭീമൻ എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അവര് അഭിമന്യുവിന്റെ മരണത്തിന് ശേഷം അത്രയും സങ്കടത്തോട് കൂടിയിട്ട്
ഭീമൻ കർണനെ വധിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ വധിക്കാൻ ആ സമയം കർണൻ വധിക്കപ്പെടുന്നു മനസ്സിലാവുമ്പോൾ വിശോകം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത്, കൊല്ലരുത്, മഹാപാപമാണ്, അത് സ്വന്തം ജ്യേഷ്ഠനാണ്, സൂതപുത്രനല്ല, കുന്തി ദേവി പെറ്റ ആദ്യത്തെ മകൻ. അപ്പൊ അത് പറഞ്ഞു കഴിയുമ്പോ ഭീമൻ ഉണ്ടാവുന്ന ആ മാനസിക വ്യതകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ ആ സിറ്റുവേഷനിൽ ഭീമൻ എന്താ ഫീൽ ചെയ്യുക എന്നുള്ളത് അത് ശരിക്കും ഒരു സിനിമയിലുള്ള പോലെ വാക്കുകൾ കൊണ്ട് MT നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ശരിക്കും നമുക്ക് സിനിമ കേൾക്കുന്ന ഇപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ, നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, അപ്പൊ ആ സീന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും. നമുക്ക് ചിലപ്പോൾ രോമാഞ്ചം വരെ വന്നു പോകാൻ പറ്റുന്ന അത്രയും നമ്മൾ ആ ഫീലിൽ വായിക്കുകയാണെങ്കിൽ നമുക്കത് കിട്ടും. കറക്റ്റ് ആ എന്താണ് സംഭവിക്കുക, എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് വളരെ നന്നായിട്ട് നമുക്കത് മനസ്സിലാവാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെയാണ് ഓരോ സന്ദർഭങ്ങളും അദ്ദേഹം വിവരിച്ചിട്ടുള്ളത്. പിന്നെ ഹിഡുംബിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹിഡുംബി എന്ന് പറയുമ്പോൾ അവര് വനവാസത്തിലായിരിക്കുന്ന സമയത്ത് ഒരു കാട്ടാളത്തീനെ എന്താ ഭീമസേനൻ ഭാര്യയായിട്ട് സ്വീകരിക്കുകയും അതിലൊരു കുട്ടി ഉണ്ടാവും, ഗഡോൽക്കച്ച് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയുള്ള ഒരു കഥയൊക്കെ അതിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ടാം തരക്കാരനായിട്ട് മാറ്റിവെക്കപ്പെട്ടു എന്ന് പറയുന്ന അതുപോലെ തന്നെ ഈ ഘടോൽക്കജന്റെ മരണത്തിൽ കൃഷ്ണന്റെ അറിയില്ല, കൃഷ്ണൻ ഇവരുടെ കൂടെ പാണ്ഡവരുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഇതാണ്. അപ്പോ നമ്മുടെ അഭിമന്യു മരിക്കുമ്പോ അത്യധികം സങ്കടം കൃഷ്ണൻ പ്രകടിപ്പിക്കുകയും ഘടോൽക്കജൻ മരിക്കുമ്പോ അതൊരു നിസ്സാര രീതിയിൽ കാണുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ പറയുന്നുണ്ട്. സ്വന്തം മകന്റെ മരണം കണ്ടിട്ട് തിരിഞ്ഞു നടക്കേണ്ടി വരുന്ന ഒരച്ഛന്റെ സിറ്റുവേഷൻ അത് അത്രയും നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പൊ ഈ ഭീമന്റെ എന്താ പറയുക രണ്ടാമൂഴം മാത്രമല്ല, അല്ലെങ്കിൽ ഭീമനെ രണ്ടാം തരക്കാരനായിട്ട് തഴഞ്ഞു നിർത്തിയപ്പോ ഭീമന് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമല്ല കേട്ടോ ഈ നോവലിൽ പറയുന്നത്, വേറെയും പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്ന് വെച്ചാല് ഈ കുന്തി ദേവിയുടെ സ്ത്രീകൾ അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ എന്ന് സ്ത്രീകൾ അനുഭവിക്കുന്ന ആ മഹാഭാരതത്തിൽ പറയാത്ത സ്ത്രീ കഥാപാത്രങ്ങളുടെ ബുദ്ധിമുട്ടുകള്, ദ്രൗപദിയുടെ ബുദ്ധിമുട്ടുകള്, അതുപോലെ തന്നെ ഈ താഴ്ന്ന ജാതിയിലുള്ള ഈ ഘടോൽക്കജൻ, ഹിഡുംബിയൊക്കെ അവരൊക്കെ സൂതപുത്രനായിട്ടുള്ള കർണൻ, അപ്പൊ അവരെ ജാതി വ്യവസ്ഥയിൽ അവർക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ ആ താഴ്ന്ന ജാതിയിലായതുകൊണ്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകള് അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് MT നമ്മളോട് പറയാതെ പറഞ്ഞു എന്നൊക്കെ പറയാം. അങ്ങനെ നമുക്കത് വായിക്കുമ്പോൾ കിട്ടും ദ്രൗപദിക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകള്. ചില അവസാനം അവർക്ക് വേണ്ടി 5 ഭർത്താക്കന്മാരുണ്ടായിട്ട് പോലും എന്താ പറയാ ആരും ഇല്ലാത്ത ഒരാളെ പോലെ ആയിപ്പോയി, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ഇപ്പൊ ഈ യുദ്ധം ഹരായിട്ട് പുരുഷന്മാർ കൊണ്ട് നടക്കുന്ന സമയത്തും സ്ത്രീകൾക്കാണ് അതെപ്പോഴും ബാധ്യതയായിട്ട് മാറുക, അല്ലെങ്കിൽ അവർക്കാണ് അത്ര ഒരു ബുദ്ധിമുട്ടായിട്ട് സ്ത്രീകൾക്ക് അതെപ്പോഴും കണ്ണീരന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് പറയും. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് MT ഇതിൽ ഈ നോവലിലൂടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോ എന്താ പറയാ, നമുക്ക് വളരെയധികം വായിച്ചിട്ട് ആർക്കും ആ ഒരു സമയം നഷ്ടമാകുമെന്ന് തോന്നില്ല, അത്രയും നല്ല രീതിയിൽ വാക്കുകൾ കൊണ്ട് ആ നോവലിലെ MT നമുക്കൊരു സിനിമ പോലെ ഈ ഭീമസേനന്റെ കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അത് വായിക്കാൻ അവസരം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുകയാണ്. മിസ്സേ നല്ല പ്രസന്റേഷൻ, താങ്ക് യു സർ. നന്നായിട്ട് പ്രസന്റ് ചെയ്തു. അതില് പ്രതിമ കാണുന്ന പോലെ ഉള്ള വായനാനുഭവമാണ് എന്നൊക്കെ പറഞ്ഞു കൊണ്ട് വായിച്ചാൽ എന്നൊക്കെ അഭിപ്രായപ്പെട്ടു. അത് കേൾക്കുമ്പോ അത്രയും വായിച്ച ഒരാൾ പറയുന്നത് കേൾക്കുമ്പോ ആ ശരി ഉണ്ടായി എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഹലോ ഗ്രീഷ്മ. ഹലോ ഗ്രീഷ്മ. ഗ്രീഷ്മ വളരെ നല്ല രീതിയിൽ തന്നെ MTയുടെ രണ്ടാം ഊഴം നമുക്ക് പ്രസന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോ മഹാഭാരത കഥ എപ്പോഴും നമ്മള് അർജുനനെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ടാണ് നമ്മള് ഭീമനെയൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോ യഥാർത്ഥത്തില് ഭീമൻ എന്ന മനുഷ്യന്റെ എങ്ങനെയാണെന്നും ദ്രൗപദിയോടുള്ള പ്രണയം എങ്ങനെയാണെന്നും എന്ന പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ഗ്രീഷ്മ വളരെ ലളിതമായിട്ട് പറഞ്ഞു തന്നത്. അപ്പോ നന്നായിരുന്നു ഗ്രീഷ്മ. താങ്ക് യു.
വളരെ നന്നായിട്ട് തന്നെ ഗ്രീഷ്മ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എംടിയുടെ രണ്ടാമൂഴം എന്നുള്ള ഇതില് നമുക്കറിയാം, മഹാഭാരതം എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കുറേ ഭാഗങ്ങൾ അതിൽ വരുന്നുണ്ട്. അതിൽ ഓരോ സന്ദർഭത്തിലും ഭീമൻ എങ്ങനെയാ ചെയ്തിരുന്നത്, അതായത് ഒരു ഭർത്താവായിട്ടും ഒരു അച്ഛനായിട്ടും ആളുടെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു, അതേപോലെ പാഞ്ചാലിയോട് എങ്ങനെയായിരുന്നു, അതൊക്കെ വളരെ നന്നായി തന്നെ കോർത്തിണക്കി. ഇങ്ങനെ ഒരു സെറ്റ് ആയിട്ട് വളരെ എന്നിട്ട് കൃത്യമായി തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമ പോലെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും എങ്ങനെയായിരുന്നു ഭീമൻ എന്ന്. വളരെ നന്നായിട്ട് അതേപോലെ ഗ്രീഷ്മ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഗ്രീഷ്മ നന്നായി ചെയ്തിട്ടുണ്ട്. താങ്ക് യു മിഥുൻ. ഹലോ, എടാ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. നല്ല പ്രസന്റേഷൻ എന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ വളരെ സ്വീറ്റ് ആയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പ്രസന്റേഷൻ ആയിരുന്നു. വളരെ രസത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ ആ ബുക്ക് വായിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗമായിരുന്നു, അല്ല ഇഷ്ടപ്പെട്ടുള്ളൊരു വിഷമം തോന്നിയൊരു ഭാഗമായിരുന്നു ഘടോത്കചന്റെ മരണം എന്ന് പറയുന്നത്. അതൊക്കെ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ശരിക്കും MT അത് പറയുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടണം. അത്രയും നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ആ ബുക്ക് വായിച്ചവർക്ക് ഒരുവിധം എല്ലാവർക്കും തോന്നിപ്പോകുന്ന ഒരു ഇതായിരുന്നു. ശ്രീകൃഷ്ണൻ ആ ഒരു സമയത്ത് പറയുമ്പോ ഭീമൻ തിരിഞ്ഞു നടന്നു പോകുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. MT ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഭീമൻ അത് കണ്ടിട്ട് വിഷമിച്ചിട്ട് ശ്രീകൃഷ്ണൻ അഭിമന്യു മരിക്കുമ്പോ ഉണ്ടായ ദുഃഖം എന്താ ഘടോത്കചൻ മരിക്കുമ്പോ ഇല്ലാത്ത, അതും തന്റെ പുത്രനല്ലേ എന്നുള്ളൊരു തോന്നല്. ആ ഒരു ഭാഗമൊക്കെ ശരിക്കും MTയുടെ അത്രയും നല്ലൊരു വർക്കാണ്. ഞാൻ വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വർക്കായിരുന്നു രണ്ടാമൂഴം. അപ്പോൾ അത് ഗ്രീഷ്മ പറയുമ്പോൾ അതേ ഇഫക്റ്റ് വരുന്നുണ്ട്. ശരിക്കും ആ ബുക്ക് വായിച്ചവർക്ക് അത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. MT എഴുതിയ അതേപോലെ ഒരു ഫീലില് നല്ല രസമുണ്ടായിരുന്നു പ്രസന്റേഷൻ. താങ്ക് യു. അത് ഹലോ ശരിക്കും നമുക്ക് MTയോട് ഇപ്പൊ നമുക്കൊരു എന്താ പറയാ ആദരവ് തോന്നിപ്പോകും. കാരണം എന്താ വെച്ചാല് നമുക്ക് എപ്പോഴും മറ്റൊരാളുടെ ദുഃഖം അല്ലെങ്കിൽ മറ്റൊരാളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ കാഴ്ചക്കാർക്ക് അതൊരു എന്താ പറയാ ഒരു ദയ അല്ലെങ്കിൽ ഒരു സിമ്പതി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പോയിണ്ടാവും. പക്ഷെ നമ്മൾ ആ ആളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ട് അയാൾക്ക് വേണ്ടി പറയാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ലേ. അപ്പൊ MTക്ക് അത് ഭീമസേനന് വേണ്ടി പറയാൻ MTക്ക് സാധിച്ചു എന്നുള്ളത് അതൊരു എനിക്ക് എന്തോ അതിലൊരു അഭിമാനം തോന്നിപ്പോകും. നമുക്കത് വായിക്കുമ്പോൾ അതാണ് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും എഫേർട്ട് എടുത്ത് ചിലപ്പോ അയാളോട് ഒരു നന്ദി ഒന്നും കിട്ടുന്നുണ്ട്. ഒരു നോവൽ എഴുതിയോ കഥാകൃത്ത് അത് ഓക്കെയാണ്. പക്ഷെ എന്നാലും അങ്ങനെ ഒരാൾക്ക് വേണ്ടി അത്രയും അത് റിസർച്ച് ചെയ്ത് ആ ആൾക്ക് ഇങ്ങനെ ചിന്തകൾ ഉണ്ടാവും, അല്ലെങ്കിൽ അയാളെ മനസ്സിൽ ഇത്രയൊക്കെ എന്താ പറയാ ഇങ്ങനെ സങ്കടങ്ങൾ ഉണ്ടാവും, അയാൾക്ക് ഇത്രയും പറയാനുണ്ട് അങ്ങനെ തോന്നണമെങ്കിൽ അതൊരു അത്രയും നല്ലൊരു മനുഷ്യനായിട്ടല്ലേ. അങ്ങനെ നമുക്ക് ചിന്തിച്ചുകൂടാതെ ഇപ്പൊ നമ്മളാണെങ്കിലും ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല മറ്റൊരാൾ ചിന്തിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ നമ്മുടെ വിഷമങ്ങൾ മറ്റൊരാൾക്ക് നിസ്സാരാവും, മറ്റൊരാളുടെ വിഷമങ്ങൾ നമുക്ക് നിസ്സാരാവും. പക്ഷെ അത് കണക്ട് ചെയ്യണമെങ്കിൽ അത് നമുക്ക് അയാളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് അത് മനസ്സിലാക്കണമെങ്കിൽ അത് ഏറ്റവും വലിയൊരു മനസ്സിലുള്ള ഒരാൾക്കല്ലേ പറ്റുള്ളൂ. അപ്പൊ അത് ആലോചിക്കുമ്പോൾ MTയുടെ ഈ കഥ വായിക്കുമ്പോൾ നമുക്ക് MTയോട് എന്താ പറയാ ഒരു വളരെയധികം ബഹുമാനവും ഒക്കെ തോന്നിപ്പോകും. ഗ്രേഷ്മ, ആദ്യം തന്നെ പറയട്ടെ, ഞാൻ 2 പ്രാവശ്യം മ്യൂട്ട് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ മറ്റുള്ളവർ നമുക്ക് മുന്നോട്ട് ഇതുപോലെ എല്ലാവരും മുന്നോട്ട് വരുമ്പോൾ നമ്മള് ഓക്കെ വീണ്ടും മ്യൂട്ട് ചെയ്തിട്ടാ. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച 2 കാര്യങ്ങള് ഇതിനിടയ്ക്ക് ഇതിനുള്ളിൽ പറഞ്ഞു പോയി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഒന്ന്, എനിക്കിത് കേട്ടപ്പോ തോന്നിയത്, ശരിക്കും ഈ ബുക്ക് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ബുക്കാണ്. അതുപോലെ തന്നെ നമ്മൾ വായിക്കണം എന്നിങ്ങനെ മനസ്സിലിങ്ങനെ കരുതിയിട്ട് ഇതുപോലെ എടുക്കാത്ത ബുക്കാണ്. പക്ഷെ ഈ ഒരു റിവ്യൂ കേൾക്കാനിരിക്കുമ്പോ അത് ശരിക്കും കേട്ടിട്ട് അല്ല വായിച്ചിട്ട് വന്നിരിക്കണമായിരുന്നു. എന്നാലാണ് ഈ നല്ല ഫീലോടുകൂടി നമുക്കൊരു ഇഷ്ടമുള്ള ഒരാൾ കാര്യങ്ങൾ പറയുമ്പോൾ അതിനായിട്ട് കണക്ട് ചെയ്ത് ഒന്നും കൂടി ഇതാവണമെങ്കിൽ ഇത് വായിച്ചിട്ട് ശരിക്കും ഈ ഒരു റിവ്യൂവിൽ ഇരിക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ അത് ഓൾറെഡി ഇവിടെ പറഞ്ഞു നമുക്ക് വായിച്ചവർക്ക് ഇത് കേൾക്കുമ്പോൾ നല്ലത് തോന്നും. രണ്ടാമത്തെ കാര്യം, നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, നമ്മളെപ്പോഴും എത്രയൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ എല്ലാ പോയിന്റ് ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുക, മറ്റുള്ളവരുടെ ഷൂസിലൊന്നും ചിന്തിക്കാന്നൊക്കെ പറഞ്ഞാലും നമ്മള് ഏറെക്കുറെ മനുഷ്യന്മാരൊക്കെ നമ്മളുടെ തന്നെ അതിലേക്ക് പോകും. അപ്പോ വേറെ ഉള്ളവരുടെ തോട്ടിലൂടെ നിന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആംഗിളിൽ ചിന്തിക്കുക എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് വലിയൊരു മെസ്സേജ് ബുക്ക് നൽകുന്നുണ്ടെന്ന് ഈ പറയുന്നത് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റാണ് പിന്നെ എനിക്ക് പറയാൻ തോന്നുന്നത്. നമ്മൾ ശരിക്കും ചിന്തിപ്പിക്കുന്ന ഒരു ബുക്കാണ്. ഇപ്പൊ ഒരു മഹാഭാരതം അല്ലെങ്കിൽ ഒരു ഇതിഹാസത്തിന്റെ കഥ എന്നതിലുപരി നമ്മൾ മനുഷ്യന്മാരെ കുറിച്ച് ഒരുപാട് പഠിക്കാൻ ഈ ബുക്കിൽ ഉണ്ടെന്ന് എനിക്ക് നിന്റെ റിവ്യൂ പറയാനായിട്ട് തോന്നിയത്. പിന്നെ വീണ്ടും അതിനെ കുറിച്ച് തന്നെ പറഞ്ഞു. അപ്പൊ നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് വീണ്ടും വാദോരാതെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സാറ് പറഞ്ഞ പോലെ അത് അത്രയും നമ്മൾ മനസ്സറിഞ്ഞ് അത്രയും വായിച്ചത് കൊണ്ടും അതുള്ളത് കൊണ്ടാണ്. അപ്പൊ നിനക്ക് എന്താണ് ഈ ബുക്ക് മീൻ ചെയ്യണമെന്നുള്ളത് നിന്റെ റിവ്യൂയിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റി. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു റിച്ചു.
ശരിക്കും ശരിക്കും അത് തന്നെ. ഞാൻ ഇടയ്ക്ക് സ്ക്രീൻ സാധാരണ നമ്മളിത് ലിറ്റററി ലെൻസിന്റെ സെഷൻസ് ഒക്കെ ഒന്നുകിൽ യാത്രയിലായിരിക്കും കേൾക്കുന്നത്, അല്ലെങ്കിൽ ഫോൺ അടുത്ത് വെച്ചിട്ടാണ് കേൾക്കുകയാണ് ചെയ്യുക, കാണാറില്ല. പക്ഷെ ഇന്ന് ഇടയ്ക്ക് തുടക്കത്തിൽ തന്നെ ഗ്രീഷ്മന്റെ ആവേശം കണ്ടപ്പോൾ ഞാനൊന്നിങ്ങനെ നോക്കി സ്ക്രീനിൽ. ഗ്രീഷ്മ നോക്കി പറയുന്ന പോലെ തോന്നുന്നില്ല, എവിടെയും പോയിന്റ് എഴുതി വെച്ചിട്ട് അത് ഓർത്ത് പറയുന്ന പോലെ തോന്നില്ല. വളരെ ആസ്വദിച്ച് വായിച്ച ഒരു വായനക്കാരി ആ കാര്യങ്ങൾ അഭിമാനത്തോടെ ഓർത്തെടുത്ത് അവതരിപ്പിക്കുന്ന ആ ഫീൽ ഉണ്ടായി. അപ്പൊ ഞാൻ പിന്നെ അത് തുടർന്ന് അങ്ങോട്ട് മുഴുവൻ ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് കേട്ടത് ഈ സെഷൻ. താങ്ക് യു വെരി മച്ച്. അത് സാർ, ഞാൻ ഈ ബുക്ക് മുന്നേ വായിച്ച ബുക്കാണ്. അപ്പൊ പിന്നെ നമ്മുടെ EPCക്ക് വേണ്ടിയിട്ട് റിവ്യൂ എഴുതാനും ഞാൻ ഈ ബുക്ക് തന്നെ ചൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വായിച്ചത് എപ്പോഴാ MT മരിച്ചപ്പോ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇതുണ്ടാവില്ലേ, അപ്പൊ ആ സമയത്ത് ഞാൻ ഇതുപോലെ നോട്ട് ചെയ്ത PV ശോകന്റെ ഡയലോഗ് അതൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ വീണ്ടും ആ സമയത്ത് ഞാൻ അതൊന്നും കൂടെ ഒന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ് ഈ ബുക്ക്. എന്താ പറയാ, ഇപ്പൊ ഞാൻ അന്ന് റിവ്യൂ പറയുമ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മുന്നേ കേട്ട ഒരു ലളിതഗാനത്തിനെ കുറിച്ചിട്ട് ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാല് എന്താ പറയാ, ഊർമിളയുടെ വിരഹ ദുഃഖത്തിനെ കുറിച്ചിട്ട് ഞാൻ ഡിഗ്രി ടൈമിൽ ഒരു ശാരിക പറഞ്ഞിട്ട് ഒരു ചേച്ചി എന്ത് ചെയ്തു, അന്ന് ലളിതഗാനം പാടി. അപ്പൊ അന്ന് ആ ചേച്ചി പാടിയപ്പോഴാണ് ഞാനത് ആ കവിയോട് എനിക്ക് അതുപോലെ ഒരു അഭിമാനം തോന്നിയത്. കാരണം എന്താ വെച്ചാല് നമ്മൾ ചിന്തിക്കാത്ത അത്രയും രീതിയിലാണ് അദ്ദേഹം ആ കവിത എഴുതിയിട്ടുണ്ടാവുക. ഊർമിളയുടെ വിരഹ ദുഃഖം ആരും അറിഞ്ഞില്ല എന്നുള്ള രീതിയിലൊരു കവിതയായിരുന്നു അത്. എന്ന് വെച്ചാല് എല്ലാവരുടെ കാര്യം രാമായണത്തിൽ നമ്മൾക്ക് അറിയാം. രാമനും സീതയും ലക്ഷ്മണനും എല്ലാവരും മുഖ്യ കഥാപാത്രങ്ങളാണ്. പക്ഷെ ഊർമിളനെ കുറിച്ച് മാത്രം ആരും ചിന്തിക്കില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ ലക്ഷ്മണൻ 14 വർഷം വനവാസത്തിന് പോയി, തിരിച്ചു വന്ന് കുറച്ചു കഴിഞ്ഞപ്പോ തന്നെ ലക്ഷ്മണനെ രാമ ഉപേക്ഷിക്കുകയും ചെയ്തു. പക്ഷെ അവരുടെ ഊർമിളയ്ക്കുണ്ടായ വിരഹദുഃഖത്തിനെ കുറിച്ചിട്ട് ആ രാമായണത്തിൽ എവിടെയും പറയണില്ല. പക്ഷെ ആ ഒരു കവിക്ക് അത് അങ്ങനെയും അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ പറ്റുകൊണ്ടല്ലോ അത് പറയാൻ പറ്റിയെന്ന് എനിക്ക് അങ്ങനെ തോന്നി. ഈ ബുക്കുമായിട്ട് അന്നത് റിലേറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക്, ഞാനത് അന്ന് റിവ്യൂ പറയുമ്പോൾ. ഹലോ ഗ്രീഷ്മ, ഞാൻ വായിച്ചിട്ടുള്ള ബുക്കാണ്, പക്ഷെ വായിക്കാത്തവർക്ക് വലിയൊരു നഷ്ടമാണ് ഈ ബുക്ക്. വായിക്കണം എന്ന് എല്ലാവരുടെ അടുത്തും പറയണം. അതേപോലെ ഈ തന്നെ ബുക്ക് പല തവണ ഞാൻ എന്താ സാർ? അല്ല, ഞാൻ പറയാ വായിക്കാത്തതിൽ എനിക്ക് ഞാൻ പുസ്തകങ്ങൾ വായിക്കുന്നത് വൈഫ് ലൈബ്രറിയിൽ നിന്ന് പുസ്തകം വായിക്കാനെടുത്ത് 2-3 പുസ്തകങ്ങൾ ഒരുമിച്ചാണ് കൊണ്ടുവരിക. അതിൽ ഒന്ന് വായിക്കുന്ന സമയത്ത് മറ്റേത് നമ്മുടെ ഡൈനിങ് ടേബിൾ ഉണ്ടാവും. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നതും അവിടെ വെച്ചിട്ടാകുമ്പോൾ ഇടക്ക് എടുത്തിട്ട് ചെറിയ പുസ്തകങ്ങളാണ് ഞാൻ സാധാരണ ചൂസ് ചെയ്യുക, വേഗം ഒറ്റയിരിപ്പിൽ വായിച്ചു തീരാൻ പറ്റുന്നത്. അപ്പൊ ഇത് കുറച്ച് വലിയ പുസ്തകമായതുകൊണ്ട് അങ്ങനെ മടിച്ച് അത് വായിക്കാതിരുന്നിട്ടുള്ള കുറ്റബോധം ഗ്രീഷ്മ പറഞ്ഞത് കേട്ടപ്പോൾ തോന്നിപ്പോയി എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ സാർ. ഗ്രീഷ്മ നല്ല രീതിയിൽ എന്നെ പ്രസന്റ് ചെയ്തു. ഈ MT വാസുദേവനായരും പിന്നെ ആ ബുക്കും എത്രത്തോളം ഗ്രീഷ്മയുടെ മനസ്സിൽ സ്ഥാനം ഉണ്ട് എന്ന് ആ പ്രസന്റേഷനോട് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു, നല്ല പ്ലസന്റ് ആയിട്ട്, നല്ല ഒരു സ്മൂത്ത് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലൂടെ പ്രസന്റ് ചെയ്തത്. എല്ലാവരും ഒരു ബുക്കിനെ പറ്റി പറഞ്ഞു പോവുകയാണ് സാധാരണ ചെയ്യാറ് ബുക്ക് റിവ്യൂല്. ബുക്കിനെ പറ്റി ഇങ്ങനെ വായിച്ചു അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഗ്രീഷ്മ മറ്റുള്ളവർക്ക് വായിക്കാൻ ഒരു പ്രചോദനമാണ് ഈ ഒരു ബുക്ക് റിവ്യൂയിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നത്. സോ എല്ലാവരും വായിക്കണം എന്ന് പറയുന്നു. ആൻഡ് ഗ്രീഷ്മ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോ എന്തായാലും വളരെ നിറഞ്ഞൊരു സദസ്സോട് കൂടിയിട്ട് നമ്മുടെ ഈ ലിറ്ററൽ ലെസൻസിന്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോ പ്രസന്റ് ചെയ്ത ജിഷ്മയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി. അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു ഓൾ. താങ്ക് യു.